ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെമുന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ്. ടെമുന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതേ കസ്റ്റം മെയ്ഡ് ഒരു ജെ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററിലെ ഒരു നമ്മുടെ ബോട്ടിൽ കവറാണ് കേട്ടോ. ഇത് കസ്റ്റം മെയ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ അതിനനുസരിച്ചുള്ളത് നമുക്ക് അയച്ചു തരും. ഇനി അടുത്തായിട്ട് നമുക്ക് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ള നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ദോശ, ഇഡലി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന നേരം ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ട്. ഇത് സിലിക്കോൺ ആണ് ഇതിന്റെ ബേസ്, പ്ലാസ്റ്റിക് അല്ല, ഇത് സിലിക്കൺ ആണ് കേട്ടോ. അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ക്ലോസറ്റ് ഇങ്ങനെ അടച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ നമ്മുടെ കൈ അതിനകത്തൊക്കെ ടച്ച് ചെയ്യത്തില്ല. അതേസമയം ക്ലോസറ്റിന്റെ ആ ക്യാപ്പിനകത്ത് നമ്മൾ ഇതിങ്ങനെ 2 സൈഡ് ടേപ്പ് അതിനകത്തുണ്ട്. അത് നമ്മളങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് അത് ക്ലോസറ്റിന്റെ അടപ്പിലേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസറ്റിനകത്ത് തൊടാതെ തന്നെ ഇതിനകത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ലേഡീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ബെൽറ്റ് ആണ്. നല്ല ഈസി ആയിട്ട് അതും യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഇങ്ങനെ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ക്ലിപ്പും അതിനകത്തുണ്ട്. അപ്പം നല്ല രസമാണ് അത് യൂസ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ സോപ്പ് പെട്ടി കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഒരു സോപ്പ് പെട്ടിയേക്കാളും ഇത് കുറച്ച് നമുക്ക് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അങ്ങനെ ചരിച്ച് ചരിച്ച് വെക്കാം. അപ്പം നമ്മൾ യൂസ് ചെയ്ത സോപ്പ് അതിനകത്ത് വെച്ചാൽ അതിൻ്റെ വെള്ളമാണെങ്കിൽ ഡ്രെയിൻ ആയി പോവുകയും ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇങ്ങനെ എയർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെക്കുന്ന ടൈലിനകത്തൊക്കെ വെക്കുന്ന ടൈപ്പാണ്. അടുത്തടുത്തിടെ ക്യൂന് എന്ന് പറഞ്ഞിട്ട് നല്ല ക്യൂട്ട് ഒരു പിന്ന് നമുക്ക് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടൊരു പിന്നാണ്. ഇതിനൊക്കെ വലിയ വിലയൊന്നും ഇല്ല, 1 ദിറംസ് 2 ദിറംസ് ഒക്കെ ഉള്ളു കേട്ടോ. അടുത്തടുത്ത ഒരു കുഞ്ഞു സ്ലൈഡ്, ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിങ്ങനെ തലയിലൊക്കെ കുത്താനായിട്ട് പറ്റും സ്ലൈഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണ്ട, അടിപൊളിയായിട്ടില്ലേ. അടുത്തതായിട്ട് കീ ചെയിൻ. ഇതും കസ്റ്റം മെയ്ഡ് കീ ചെയിൻ ആണ് കേട്ടോ. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാനായിട്ട് മേടിച്ചതാണ്. ഇത് നമുക്ക് നമ്മുടെ ഫോട്ടോസ് അതിനകത്തേക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കി തന്നു വിടും. ഇനി അടുത്തായിട്ട് ഇത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത്, ഒത്തിരി സ്വെറ്റ് ചെയ്യുന്നവർക്ക്, നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ ഒട്ടിക്കാനുള്ള പാച്ചസ് ആണ് കേട്ടോ. നമ്മുടെ അണ്ടർ ആംസിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിനകത്തേക്കൊന്നും നമ്മുടെ വിയർപ്പ് പറ്റുമൊന്നും ചെയ്യത്തില്ല. ചിലരുടെയൊക്കെ വിയർപ്പ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന കാണാമല്ലോ. ഇതാകുമ്പം അത് അബ്സോർബ് ചെയ്തോളും, സ്മെല്ലും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം നമുക്കത് ഇളക്കി കളയാവുന്നതാണ്. അങ്ങനെയുള്ള അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് അറിയാലോ, കുറച്ച് നെക്ക് ഇറങ്ങിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് ട്രൈ ചെയ്ത, പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. ഇത് നമ്മുടെ നെക്ക് ഇറങ്ങിയ ഡ്രസ്സുകൾക്കൊക്കെ ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ 3 കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കവറിൽ തന്നെ 3 കളറുണ്ട്, വൈറ്റും ഒരു പീച്ച് കളറും ഒരു ബ്ലാക്കും. അടുത്തായിട്ട് നമ്മൾ ഇത് ആക്ച്വലി കർട്ടൻ യൂസ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ 2 സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഇടുന്ന കർട്ടൻ എന്നുണ്ടെങ്കിൽ ആ കർട്ടൻ ഇതിന്റെ അകത്തേക്ക് ആക്കിയിട്ട് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങളുടെ കൈക്ക് കുറച്ച് വലിപ്പമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വളയായിട്ട് വേണേലും അത് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വെച്ചിട്ട് ചെറിയ കൈ ആയതുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നില്ല. അടുത്തായിട്ട് ചെറിയൊരു പൗച്ച്, അത് മോൾക്ക് വേണ്ടി മേടിച്ച, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, മേക്കപ്പ് സെറ്റുകൾ, കുഞ്ഞ് ലിപ്സ്റ്റിക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അതും ഇതുപോലെ വളരെ വില കുറഞ്ഞു മേടിച്ചാണ്. 1 ദിറംസ് 2 ദിറംസ് ഒക്കെ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഇനി ഞാനൊരു ടോപ്പ് മേടിച്ചിട്ടുണ്ട്, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ്. വെറുതെ ഒന്ന് മേടിച്ച, ഭയങ്കര രസമുണ്ട് കേട്ടോ. 11 ദിറംസ് ഓഫർ സെയിലില്. എപ്പോഴും ഇങ്ങനെ അവിടെ ഓഫർ സെയില്, ക്ലിയറൻസ് സെയിലൊക്കെ വരാറുണ്ട്. ഇതൊരു 15 ദിറംസേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെക്ക്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് പരീക്ഷണാർത്ഥം മേടിച്ചത്. നല്ല തുണിയാണ്, നന്നായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ പേപ്പറൊക്കെ വെക്കുന്ന ഫയൽ, പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഫയൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഫയൽ. അതിൻ്റെ സൈഡ് ഒരു ശകലം പാക്ക് ചെയ്തുകൊണ്ട് വന്ന സമയത്തൊന്ന് വളഞ്ഞു പോയി, അത് സാരമില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.